നവരാത്രി കാലമാണ്. നവരാത്രി സംഗീതത്തിൻ്റെ കാലമാണ്, കലയുടെ കാലമാണ്, അക്ഷരത്തിൻ്റെ കാലമാണ്. ഈ നവരാത്രി കാലത്ത് ഒരു പ്രാർത്ഥന പോലെ ഞാൻ ഒരു ചെറിയ കവിത, എൻ്റെ വലിയൊരു കവിത അവതരിപ്പിച്ചുകൊണ്ട് ചെറിയൊരു കവിതയാണ്. തിരുവയ്യാർ എന്നാണ് കവിതയുടെ പേര്. നിങ്ങൾക്കറിയാം, തിരുവയ്യാർ കാവേരിയുടെ തീരത്തുള്ള സ്ഥലമാണ്. ത്യാഗരാജ സ്വാമികളുടെ സമാധി സ്ഥലമാണ് തിരുവയ്യാർ. കാവേരിയിലെ ഓളങ്ങൾ, ഇലകൾ കൊണ്ടൊരു തോണിയിൽ ത്യാഗരാജൻ, നാട്ട ഗൗള ആരഭി വരാളി ശ്രീ, പഞ്ചപ്രവാഹങ്ങളും ഒഴുകിയെത്തിയപ്പോൾ നദി ഒരു നിമിഷം നിശബ്ദമായി. അനന്തരം അനർഗളം ജലസംഗീതം. ഒരു പ്രഭാത വന്ദനത്തിൽ നിന്ന് ഇത് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. ആ പ്രഭാത വന്ദനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാനിവിടെ വായിക്കുകയാണ്. ഉഷസേ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ, വെളുക്കുന്നതിൻമുമ്പെഴുന്നേറ്റു മുങ്ങിക്കുളിച്ചെത്തിടും നിത്യ ചൈതന്യമേ, സത്യസൗന്ദര്യമേ, സാരസർവസ്വമേ, തത്വമഗ്നിതുല്യം ജ്വലിക്കുന്ന നിൻ രാഗപൂരങ്ങളിൽ ജീവജാലങ്ങളിൽ രോമഹർഷങ്ങളെന്നും വളർത്തുന്നു നീ ധർമ്മപത്നിക്കു തുല്യം. ധർമ്മപത്നിക്ക് തുല്യമായി ഉഷസ്സിനെ കണ്ട ഈ കവി ഇക്കഴിഞ്ഞ ആഴ്ച നമ്മെ വിട്ടുപോയി. ജീവിതത്തിന്റെ സൗന്ദര്യവും പാരുഷ്യവും എല്ലാം കവിതയിലേക്ക് വളരെ സൂക്ഷ്മമായി ആരോപിച്ച നിശ്ചയമായും മഹാകവി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനാവുന്ന എം.എൻ. പാലൂർ. ഉഷസ് എന്നുള്ളത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് യാത്രകളിലെമ്പാടും തോന്നിയിട്ടുണ്ട്. അത് ഏത് സ്ഥലത്താണെങ്കിൽ പോലും. പൗർണമി നാളില്, വൈശാഖ പൗർണമി ദിവസം മാനസരോവരത്തിന്റെ തീരത്ത് വളരെ അടുത്ത്, അവിടെ ഉഷസ്സില് ഒരു 4 മണി സമയം അതിഭയങ്കരമായ തണുപ്പാണ്. ആ തണുപ്പില് പുറത്തോട്ടിറങ്ങുമ്പോൾ 4 മണി സമയം കണ്ട ഒരു കാഴ്ചയുണ്ട്. അത് ഒരു വശത്ത് സൂര്യൻ അവിടെ നേരത്തെ ഉദിക്കും. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ്. അരുണാഭമായിട്ടുള്ള ആ പൂർവ്വ മുഖം. പടിഞ്ഞാറ് വശത്ത് ചന്ദ്രാസ്തമയം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഈ സരോവരം അതിങ്ങനെ ഒഴുകി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, ഏതൊക്കെയോ ഒരു തരത്തിലെ നിശ്ചലതയോ ചലനമോ നിശ്ചലതയോ ഒന്നും പറയാൻ കഴിയില്ലാത്ത അവസ്ഥയിൽ ഈ സരോവരം ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു വലിയൊരു അനുഭവം. അത് ഒരിക്കലും നമുക്ക് കണ്ണിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത ഒരു ഉഷസ്. ഡാർജിലിങ്ങിനടുത്തുള്ള ടൈഗർ ഹില്ലിലെ വെളുപ്പിനെ 3 മണിക്ക് നാം പോയി അവിടെ ഇരിക്കുന്നു. എന്തിനാണ്? കാഞ്ചൻജംഗയിലെ ഉദയം കാണാൻ. 3 മണി 4 മണിയാകുമ്പോൾ പതുക്കെ ചെറിയ ഒരു രേഖ പോലെ കാഞ്ചൻജംഗ വരികയും അവസാനം അത് 2-3 മണിക്കൂർ കൊണ്ട് കാഞ്ചൻജംഗ ഇങ്ങനെ തെളിഞ്ഞ് സൂര്യനിൽ തെളിഞ്ഞ് വരികയും ചെയ്യുന്ന ഉഷസ്. അത് നമുക്ക് വാക്കുകളൊക്കെ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്.
ബദ്രിനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ രാവിലത്തെ 4 മണി സമയം അവിടെ തൊഴുതറിഞ്ഞ് ഈ സൈഡിലുള്ള കിടപ്പള്ളി അവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്നാൽ നമുക്ക് നരനാരായണ പർവ്വതങ്ങളിൽ സൂര്യൻ ഇങ്ങനെ ത്വരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് അനുഭവപ്പെടുന്നത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇത് അതുപോലെ തന്നെ സൈലന്റ് വാലിയുടെ ഇന്റീരിയറിൽ സൈലന്റ് 3 എന്ന് പറയുന്ന ഭാഗത്ത് പുലർച്ചെ എണീറ്റ് വരുമ്പോൾ നാം കാണുന്ന മഹാവിജനമായിട്ടുള്ള കാടകത്തിനുള്ളിലേക്ക് ഇടതിങ്ങിയ വനത്തിനിടയിലേക്ക് ഇങ്ങനെ ഈ സൂര്യന്റെ ഈ മരങ്ങൾക്കിടയിലേക്ക് വരുന്ന സൂര്യൻ, അതോടൊപ്പം തന്നെ ഈ മലമുഴക്കി വേടാമ്പലിന്റെ ഒരു വിസ്തൃതമായിട്ടുള്ള ആ സംഗീതവും ഒക്കെ അവിടെ നമുക്ക് കേൾക്കാൻ മലബാർ വിസിലിംഗ് സ്കൂൾ ബോയ് എന്ന് പറയുന്ന പക്ഷിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന ഒരു രാഗാലാപത്തിന്റെ ഒരു ഉഷസ്. ഗോമുഖ് എന്ന് പറയുന്നത് ഗംഗോത്രിയിൽ ചെന്നിട്ട് 18 കിലോമീറ്ററോളം നടന്ന് ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗോമുഖ് ഗ്ലേസിയറിൽ നാം എത്തുന്നു. 28 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോ അവിടെ വെച്ചിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു കവി, ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ തന്റെ കവിതയിലും മനസ്സിലുമൊക്കെ വളരെ സാന്ദ്രമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കവി അവിടെ വെച്ച് ഒരു കവിത ആ സമയത്ത് ചൊല്ലുകയാണ്. അത് അദ്ദേഹത്തിന്റെ പ്രിയ വിരഹ ഹേമന്തമേ എന്ന് പറയുന്ന എന്ന പേരിലുള്ള ആ കവിതയാണ്. പ്രിയേ വിരഹ ഹേമന്തമേ, പ്രിയേ നീ പ്രഭാതം, കുളിർമഞ്ഞുമായുന്ന പൂവിതൾ, ദേവകിരണങ്ങൾ പാടുന്ന മോഹനം, ഇടം കാറ്റിലിളകിയാടും ലതാസദനം, കുസുമസുരഭികൾ നിവേദിക്കും അനുരാഗമൂർച്ച, കിളികളുടെ പാട്ടിലൻ പ്രണയമേ പ്രണയമേ, പ്രതിനവരസോന്മേഷമായി നീ നിറയുക, ഇടയുടെ മുലത്തടം മെല്ലെ തലോടുന്ന വിനയ വ്യോമത്തിന്റെ കീർത്തനമാവുക. ഈ വലിയ നീണ്ടൊരു കവിതയാണ് അദ്ദേഹം അവിടെ നിന്ന് ചൊല്ലിയത്. കവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഡി വിനയചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ അന്തരിച്ചു പോയിട്ടുള്ള 4-5 കൊല്ലം മുമ്പ് എന്റെ സുരക്ഷിതയുടെ യാത്ര ചെയ്തിട്ടുള്ള എന്റെ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ദിശാസൂചി എന്ന് പറയുന്ന ഈ പുസ്തകം അന്ന് ഗോമുഖിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ കൈയക്ഷരവും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. സ്നേഹാദരങ്ങളോടെ എന്ന് പറഞ്ഞ ഒപ്പിട്ടിരിക്കുന്ന ഈ ഒരു സംഭവം. കാടിന് ഞാൻ എന്റെ പേരിടും, കാടിന് ഞാൻ എന്ത് പേരിടും എന്നുള്ളതിന് കാടിന് ഞാൻ എന്റെ പേരിടും എന്ന് പറഞ്ഞ കവിയാണ് വിനയചന്ദ്രൻ. യാത്ര എന്ന വാക്കിൽ തന്നെ വിഷാദത്തിന്റെ ഒരു സാന്ദ്രതയുണ്ട് എന്നാണ് ഞാൻ ഫാദർ ബോബി ജോസിന്റെ ഒരു ലേഖനത്തിൽ വായിച്ചത്. സഞ്ചാരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പില് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നി. തിബത്തൻ നാടോടി മരത്തെ കാണുന്നു എന്നുള്ളതാണ് കവിതയുടെ പേര്. തിബത്തിലെ ഒരു നാടോടി മരത്തെ കാണുന്നു. നമുക്ക് അറിയാം, തിബത്തില് ഇപ്പോൾ മാനസരോവറിലേക്ക് പോകുമ്പോൾ യാതൊരു തരത്തിലുള്ള മരങ്ങളും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു തിബത്തൻ നാടോടിക്ക് മരത്തെക്കുറിച്ചുണ്ടായിട്ടുള്ള ഒരു ആകാംക്ഷയാണ് ഈ കവിതയിൽ ഉണ്ടായിരുന്നത്. തിബത്തൻ നാടോടി മരത്തെ കാണുന്നു. യാക്കുകളെ മേച്ചു നീങ്ങുന്ന തിബത്തൻ നാടോടി മരങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. ഏറെ ദൂരെയല്ല മാനസ സരോവരം. എങ്ങനെ മരം, ഇലകൾ, കൈകൾ, തണുപ്പിൽ സൂര്യനിൽ കരിവാളിച്ച മുഖത്ത് ഒരു തളിരിന്റെ ഉദ്വേഗം. അയാൾ മരം കണ്ടിട്ടില്ല. ഹിമക്കാറ്റുകളിൽ നിറഞ്ഞങ്ങനെ. ഞാൻ എന്റെ പച്ച സ്വെറ്റർ തൊട്ടു കാണിച്ചു. കൈകൾ വിടർത്തി വീശി. പിന്നെയോ എന്ന അയാളുടെ ഭാവം. കൈവിരലുകളിൽ ഇലകളിളകി. ഇനിയോ എന്നയാൾ ചോദിക്കുമ്പോൾ ഇനി എന്തു പറയും? ഞാൻ പറഞ്ഞു, മരം മാനസ സരോവരം പോലെ. ഞാൻ പറഞ്ഞു, മരം മാനസ സരോവരം പോലെ. പടർന്നു തെളിഞ്ഞ് അലകളായുലഞ്ഞ് സുതാര്യ സൂര്യജല പ്രഭാവമായി
നീലാകാശമായി, ഇലകൾ മഞ്ഞു പരൽത്തിളക്കങ്ങളായി, കായ്കൾ പവിഴക്കല്ലുകളായി, തണുത്തും തണുപ്പിച്ചും ഇളകിയുലഞ്ഞും നിശബ്ദമുഖമായി, പടർന്നു തെളിഞ്ഞ് അലകളായുലഞ്ഞ് സ്വകാര്യ സൂര്യജല പ്രഭാവമായി, നീലാകാശമായി, ഇലകൾ മഞ്ഞു പരൽത്തിളക്കങ്ങളായി, കായ്കൾ പവിഴക്കല്ലുകളായി, തണുത്തും തണുപ്പിച്ചും ഇളകിയുലഞ്ഞും നിശബ്ദമുഖമായി, പരന്നു കിടക്കുന്ന പൊടിമൺ ശൂന്യതയിലേക്കും വെളിച്ചം കുറഞ്ഞ ഹിമപർവ്വതങ്ങളിലേക്കും നോക്കി ചിരി മറഞ്ഞ മുഖത്തോടെ അയാൾ പിന്നെ വേര് നഷ്ടമായ ഒരു വൃക്ഷം പോലെ ചരൽ ശൂന്യതയിലൂടെ അയാൾ ഇടറി നീങ്ങി. തിബത്തരെല്ലാം വേര് പറഞ്ഞ ചെടികളാണ്. അവർക്ക് വേരുകളില്ല. അവരുടെ സംസ്കൃതിയുടെ വേരുകൾ അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിബത്തർക്ക് ഇന്ന് അവരുടെ ഭാഷ പഠിക്കുവാൻ അവകാശമില്ല. അവരുടെ സാംസ്കാരിക ധാരകൾ, സാംസ്കാരികമായിട്ടുള്ള പ്രഭാവങ്ങൾ സൂക്ഷിക്കുവാനുള്ള അവസരങ്ങളില്ല. ഭാഷ നഷ്ടപ്പെട്ട ഒരു ജനസമൂഹം, സ്വന്തം വാക്ക് നഷ്ടപ്പെട്ട ഒരുവൻ അല്ലെങ്കിൽ ഒരു ജനസമൂഹം എങ്ങനെ ജീവിക്കുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമുക്കും ഒക്കെ ഇത് സംഭവിച്ചുകൂടായില്ല. നാളെ നമ്മുടെ ഈ ഭാഷ നഷ്ടപ്പെട്ടാൽ, ഈ മലയാളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയായി തീരുമെന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ടുണ്ട്. ഒരു ഭാഷയുടെ മരണം ഒരു സംസ്കാരത്തിന്റെ മരണമാണെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുഭവ ശരി. ഇതാണ് നമുക്ക് യാത്രയിൽ നേരിടുന്ന ഒരു ദുഃഖം എന്ന് പറയുന്നത്. ചെറിയ ഇലകളിൽ ഓർമ്മയുടെ തുഷാരം, ഉഷസ്, മരങ്ങൾക്കിടയിലെ സൂര്യനൊപ്പം തെളിയും പാതയിലൂടെ പൊഴിയുന്ന മഞ്ഞിൻ സ്വരകണങ്ങളിൽ ഭൂമിയെ കേട്ട്, അരുണരചിതം ചിത്രപടങ്ങളിൽ കണ്ടുറന്ന്, വിണ്ണാകെ ശ്വസിച്ച് മണ്ണാകെ തൊട്ട് ഉള്ളിലൂടങ്ങനെ ഉള്ളിലേക്ക് ചുറ്റിനും തൂളി നിറഞ്ഞ് ഇലകളിലിളകി ഒരാൾ. ഫേൺഹിൽ ഇറങ്ങി തെരുവിലൂടെ ജീവിത പച്ചകളിലൂടെ ലൗഡേലിലേക്ക് നടക്കവേ, ലൗഡേല് ഫേൺഹിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഊട്ടി ചെറിയ ട്രെയിൻ പോകുന്ന ആ വഴിയിലുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ് ലൗഡേൽ. യതി ആശ്രമത്തിൽ നിന്നിറങ്ങിയ എല്ലാ പ്രഭാതങ്ങളിലും ഈ ലൗഡേൽ സ്റ്റേഷൻ വരെ നടക്കുമായിരുന്നു. അതിനിടയ്ക്ക് കാണുന്ന ആളുകളെല്ലാം വർത്തമാനം പറഞ്ഞ ഒരു പ്രത്യേകമായ യാത്രയായിരുന്നു അത്. ഫേൺഹിൽ ഇറങ്ങി തെരുവിലൂടെ ജീവിത പച്ചകളിലൂടെ ലൗഡേലിലേക്ക് നടക്കവേ, താനാമേ തീവണ്ടിയായി നീ ഇരമ്പിയെത്തുന്നു. ഉദകമണ്ഡല നഗരമേ, നിന്റെ തണുപ്പിലും തണുക്കാതെ, നിന്റെ വിനോദ വിശ്രമ ലഹളകളിൽ അശാന്തമായി ഫേൺഹില്ലിലേക്ക് മടങ്ങവേ, മുറ്റത്തെ കൊഴിഞ്ഞ കരിയിലകൾ അമർന്ന പോലെ, അടഞ്ഞ വാതിൽ തുറന്ന പോലെ, പുസ്തകത്താളുകൾ മറിയും പോലെ, ദുഃഖാർദ്രമൊരു കത്തിൽ കണ്ണീര് നനയും പോലെ, ഒരു പൂവിതൾ പൂവാളത്തിൽ വിരിയും പോലെ. മറ്റൊരു അനുഭവം, നവരാത്രി കാലമായതുകൊണ്ട് എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവം പറയാം. കുടജാദ്രിയില് നിൽക്കുമ്പോൾ, ഒരു ഉച്ച മയക്കത്തില് കുടജാദ്രിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കാറ്റ് ചെറുതായിട്ട് വീശുമ്പോൾ ഇങ്ങനെ വനങ്ങളെല്ലാം ഇങ്ങനെ കിലുങ്ങി നിൽക്കുന്ന ഒരു ചിലങ്ക കിലുങ്ങുന്ന ശബ്ദം ഇങ്ങനെ വനത്തിലൂടെ ഇങ്ങനെ കേൾക്കുന്ന ഒരു പെട്ടെന്ന് അതൊരു കവിതയിൽ, മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയിൽ അതുണ്ട് എന്ന് ഞാൻ ഓർത്തു. ആകാശ നക്ഷത്ര പീഠത്തിൽ ലീലാരസധ്യാന ലോലയായി വീണവായിക്കും പ്രപഞ്ചമാതാവിന്റെ പാദസരങ്ങളിൽ ഒന്നിന്റെ ചിഞ്ചിലം കാട്. വിനയേന്ദ്രന്റെ കാട് എന്നുള്ള കവിതയിലെ നല്ല സൗന്ദര്യാത്മകമായിട്ടുള്ള അനുഭവസന്ദ്രമായിട്ടുള്ള കവിതകൾ. ഇപ്പോ ആർ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കവി മലയാളത്തിലുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന
ഈ ഭൂമിയുടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ ഒട്ടും വിശദീകരിക്കാതെ വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കവിയുടെ ശോണരശ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയിലെ ഒരു സന്ധ്യ അല്ലെങ്കിൽ ഒരു ഇരുൾ സമയം ഇങ്ങനെയാണ്. ഉറങ്ങിപ്പോയോ വാനം, ചെവി ഓർക്കുന്നു താഴെ ഉൾത്തലപ്പുകൾ, ഒന്നേ ഞാൻ അറിയുന്നേ നിത്യത തൻ ആത്മാവിലൂർന്നതാം ഒരു അശ്രുബിന്ദു പോൽ വീണലിഞ്ഞതാം ഈ അന്ധകാരത്തിൻ തടം തന്നിൽ ആരെയോ കാത്തു നിൽക്കുകയാണ്, ആരെയോ കാത്തു നിൽക്കുകയാണ് ആരോ. ഇതെല്ലാം നമുക്ക് ഒരുപാട് സംഗതികൾ അതിനകത്ത് നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറമുള്ള സൂക്ഷ്മതയിലേക്കും ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒക്കെ നമുക്ക് ഇറങ്ങിപ്പോകുന്ന തരത്തിലേക്ക് ഒരു കാവ്യ പ്രക്രിയയിലേക്ക് യാത്രയെ നമുക്ക് പുനരാവിഷ്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയുമൊക്കെ പറയുന്നത്. മാനസം സരോവരം, അമ്പരം അഗാധത, സൂര്യപ്രഭാവിതം മേഘജാലം, ഉയരുന്നു വെളിച്ചത്തിൻ ശൃംഗഗോപുരം, കാറ്റിന്റെ കടുന്തുടി, ഓർമ്മയുടെ പർവ്വത തീറ്റി, കാഴ്ചയുടെ മൗനഗഭീരമാം കടലിരമ്പം, അലിഞ്ഞൊഴുകി നിറയുന്ന ഉണ്മ, മടങ്ങുന്ന വാക്ക്, ശിവം ഹിമനടനം ജഗത് ശങ്കരം.